ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവേശുവിൽ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന കർത്താവിൽ പ്രസിദ്ധ സുവിശേഷകനും പാസ്റ്ററും അങ്ങനെ വിവിധ നിലകളിൽ ദൈവം ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ കെ.എ. എബ്രഹാമിന് ദൈവം കൊടുത്ത നിയോഗപ്രകാരം തിരുവല്ല എന്ന ദേശത്ത് നിന്നും ഇപ്പോൾ ട്രിവാൻഡ്രം പട്ടണത്തിലേക്ക് കടന്നു വന്നു. പ്രത്യേകിച്ച് വിഴവൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു ആരാധനാലയം പണി കഴിപ്പിക്കുവാനും അങ്ങനൊരു ശുശ്രൂഷയ്ക്ക് നിയോഗങ്ങൾ ഉണ്ടാകുവാനും തനിക്ക് ദർശനം കൊടുത്ത, നിയോഗം കൊടുത്ത സർവ്വദയാലുവാകുന്ന കർത്താവിന് ഞാൻ എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശലോമോൻ ദൈവിക നിയോഗത്താൽ ദൈവത്തിൻ്റെ ആലയം പണി പൂർത്തീകരിക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തിരുവായിക്കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് പോലെ തൃക്കൈകൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. മാർച്ച് മാസം 29-ാം തീയതി പ്രതിഷ്ഠിക്കുന്ന, ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിച്ച് പ്രവേശിക്കുന്ന ഈ ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാലയം ദൈവീക വാഗ്ദത്വത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ്, വാഗ്ദത്വത്തിൻ്റെ ഒരു നിവർത്തീകരണമാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുന്ന ദൈവം വർദ്ധിപ്പിക്കുകയും മാനിക്കുന്ന ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കണമെന്നും അവിടെ വന്ന് ബ്ലസ് ചെയ്യണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയിൽ എനിക്ക് വളരെ അത്യാവശ്യമായി കടന്നു പോകേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ആ ശുശ്രൂഷയിലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അഗസ്റ്റിൻ എബ്രഹാം നേതൃത്വം നൽകുന്ന സോൾ കെയർ എന്ന ഒരു കൗൺസിലിംഗ് സെൻ്ററും കൂടെ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഇങ്ങനെ ജനത്തിനും ദേശത്തിനുമൊക്കെ ഒത്തിരി അനുഗ്രഹമാകത്തക്ക നിലയിൽ ഇങ്ങനൊരു സംരംഭത്തെ സ്വർഗത്തിലെ ദൈവം ഈ ഗ്രാമത്തിൽ, ഈ പട്ടണത്തിൽ കൊണ്ടുവന്നതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വരുവീൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് നെഹമ്യ 2:20 എഴുതിയിരിക്കുന്നത് പോലെ ഒത്തൊരുമിച്ച് കർത്താവിൻ്റെ ദാസൻ്റെ ദർശനത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് നിന്ന് ഈ പ്രവർത്തനത്തെ ഏറ്റവും ധന്യമാക്കുവാൻ, അനുഗ്രഹപൂർണ്ണമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധമായും ധാരാളമായും അനുഗ്രഹിക്കട്ടെ.